വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇതിൻ്റെ പാർട്ട് 1 മീൻസ് നമ്മുടെ കളർ സ്കീമിൻ്റെ പാർട്ട് 1 നമ്മൾ കളർ ഫിൽ ലിജൻസ് എങ്ങനെയാണ് ബൈ നെയിം വെച്ചിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കിയത്. ഇപ്പം നമുക്ക് രണ്ടാമതുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയതുപോലെ തന്നെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ ഫീൽഡ്സാണോ ആഡ് ചെയ്യുന്നത് ആ എല്ലാ ഫീൽഡിലെയും ബൈ ദറ്റ് ഫീൽഡ് എക്സാക്ട് പർട്ടിക്കുലർ ഫീൽഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ലിജൻസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബൈ നെയിം നമ്മൾ നോക്കിയായിരുന്നു. അല്ലാത്തവർ അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അത് ആ ബൈ നെയിം എന്നുള്ള ഒരു വീഡിയോയും കൂടെ കാണുക. പിന്നെ ഇപ്പം നമുക്കുള്ളതെന്ന് പറയുന്നത് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ്? ഇത് സെയിം പ്രോജക്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂസായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ സ്കെഡ്യൂൾ എടുക്കാം. സ്കെഡ്യൂളിനകത്ത് നമ്മൾ നേരത്തെ റൂം സ്കെഡ്യൂൾ എന്ന് പറയുന്ന സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനെ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സും എടുക്കാം. റൂം നമ്പർ അതിനകത്ത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ നെയിമും ഉള്ളതും കൂടെ നമുക്ക് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് എടുക്കാൻ പോണത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു പ്ലാൻ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ആ ഒരു പ്ലാനുള്ള റെസിഡൻഷ്യൽ പ്ലാനാണ്. റെസിഡൻഷ്യൽ പ്ലാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലെവൽ വരെയേ ഡിഫറൻഷ്യേറ്റ്സ് വരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഓൾഡ് ബിൽഡിങ്ങിനെ നമുക്ക് വോൾഡ് കൂടാതെ കുറച്ച് എക്സ്റ്റൻഷനും കൂടെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ വോൾഡ് എന്ന് പറഞ്ഞുള്ള കാറ്റഗറി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതർവൈസ് നമുക്കിപ്പോൾ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റുഡൻസ് ഏരിയ ഏതാണ്, സ്റ്റാഫ്സ് ഏരിയ ഏതാണ് എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ സംവാട്ട് ഇതെന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് തന്നെ എടുത്തു. ഇതിനകത്ത് 2 ബെഡ്റൂം, പിന്നെ ഒരു ലിവിങ് റൂം, ഒരു സ്റ്റോർ റൂം, കിച്ചൺ, വർക്ക് ഏരിയ എന്നൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനെ നമുക്ക് ഒരു മിനിമം ഒരു 3 ടൈപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ പിരിക്കാം. അതെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, പോർച്ചും വെറാണ്ടയും നമ്മൾ കൊടുക്കുന്നത് ഈ ചിറ്റ് ഔട്ട് പോർച്ച് കാര്യങ്ങളൊക്കെ പബ്ലിക് ആക്സസ് ആയിട്ട് കൊടുക്കാം. നമ്പർ 1. അടുത്തത് ബെഡ്റൂം 2 പ്രൈവറ്റ് ആക്സസ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഇപ്പോൾ തന്നെ 3 ആയി. പിന്നെ കൂടുതൽ ഒരെണ്ണം കൂടെ പറയാം. ഈ പറഞ്ഞ വർക്ക് ഏരിയ, കിച്ചൺ, ഇവിടെയൊക്കെ നമുക്ക് മെയ്ഡ് ആക്സസ്, ലിവിങ് റൂം, സ്റ്റെയർ കേസ്, ചിറ്റ് ഔട്ട്, പോർച്ച് ഇതെല്ലാം വേണമെങ്കിലും നമുക്ക് ഗസ്റ്റ് ആക്സസ് ആക്കാം. ബെഡ്റൂം 2 പ്രൈവറ്റ് ആക്സസ് ആക്കാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ വലിയ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് CCTV ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പം മെയ്ഡ് വരുന്ന സ്ഥലങ്ങളും പബ്ലിക് ആക്സസും ഒക്കെ CCTV റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ ഈ ഒരു പ്രൈവറ്റ് റൂംസായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ബെഡ്റൂംസൊക്കെ നമ്മുടെ വോൾട്ടും കാര്യങ്ങളും വാർഡ്രോബും കാര്യങ്ങളും ഒക്കെ കാണും. സോ ഇതിനകത്ത് നമുക്ക് ഓട്ടോ ലോക്ക് അല്ലെങ്കിൽ നമ്പർ ലോക്ക് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ആസ് പെർ ദ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്, അതർവൈസ് ആസ് പെർ ദ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടും ആക്കാം, അല്ലാതെ പ്ലാൻ സൈഡിൽ നിന്നും ആക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതൊക്കെയാണോ പ്രൈവറ്റ് ആക്സസസ് ആ ഒരു ഏരിയയിൽ നമ്പർ ലോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി ലോക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇടത്തിൽ CCTV ഇൻസ്റ്റലേഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിഫറൻഷിയേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനെ എങ്ങനെയാണ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുക്കാനുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആസ് യൂഷ്വൽ ആ ഷെഡ്യൂളിലോട്ട് പോകാം. നേരത്തെ നമ്മൾ നെയിമിനുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മെയ്ഡ് ആക്സസ് ആണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. മെയ്ഡ് ആക്സസ് എന്നുള്ളത് കൊടുക്കാം. ലിവിങ് റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഗസ്റ്റ് ആക്സസ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ബെഡ്റൂം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഈ പറഞ്ഞ കിച്ചൺ പിന്നെ നമുക്ക് മെയ്ഡ് ആക്സസിലോട്ട് വരുന്നുണ്ട്. സ്റ്റെയർ കേറ്റ് മെയ്ഡ് ആക്സസും ഉണ്ട്, അതേപോലെ ഗസ്റ്റ് ആക്സസും ഉണ്ട്. ബെഡ്റൂം പ്രൈവറ്റ് ഏരിയ എടുക്കാം, സ്റ്റോർ റൂം മെയ്ഡ് ആക്സസ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ 3 ടൈപ്പായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ലെവൽ 2 പോകാം. ഓക്കെ, കൊടുത്തു കഴിഞ്ഞു.
ആർക്കിടെക്ചറിൽ പോവുക. ഇവിടെ നമുക്ക് കളർ സ്കീംസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കാം. നെയിം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഗസ്റ്റ് എക്സസ്, മെയ്ഡ് എക്സസ്, പ്രൈവറ്റ് എക്സസ്, ഇതിലെ സംഭവങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സോ നമ്മൾ അനോട്ടേറ്റിൽ പോവുക. കളർഫുൾ ലെജൻഡ് വെക്കുന്നുണ്ട്. എഡിറ്റ് സ്കീമിൽ പോയിട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോഴത്തേക്കും ഗസ്റ്റ് ആക്സസ് എല്ലാം ഒരുപോലെയാണ്, പ്രൈവറ്റ് ഏരിയ എല്ലാം ഒരുപോലെയാണ്. പിന്നെ നമുക്ക് മെയ്ഡ് എക്സസ് വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഗസ്റ്റ് ആക്സസ് ഒരു ഗ്രീൻ കളർ കൊടുക്കുക. മെയ്ഡ് എക്സസ്, പ്രൈവറ്റ് ആക്സസ്, ഓക്കെ അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വഴി വേണമെങ്കിൽ നമുക്ക് കളർ ഫില്ല് കൊടുക്കാം. നോട്ട് ഓൺലി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതേപോലെ തന്നെ സ്കീമിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും, നമ്മുടെ സ്കെഡ്യൂളിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ആഡ് ഏരിയ ആൾസോ. അതേപോലെ തന്നെ നമുക്ക് ഏരിയ വെച്ചിട്ടുള്ള ലെജൻഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് കളർ സ്കീം ബൈ നെയിം ബൈ ലെജൻഡ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ആ ഒരു ഫീൽഡെല്ലാം ആഡ് ചെയ്യുന്നതെല്ലാം വെച്ചിട്ട് നമുക്കതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.